لله والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. അർമലക്കും മിസ്കീനിനും വേണ്ടി പ്രയത്നിക്കുന്നയാൾ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നയാളെ പോലെ. അർമല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വിധവയായ ഭർത്താവ് മരിച്ച സ്ത്രീ, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി അവർക്ക് പിന്തുണയേകാൻ വേണ്ടി പരിശ്രമിക്കുന്നയാൾ. അതുപോലെ തന്നെ വൽ മിസ്കീൻ, അഗതികളായിട്ടുള്ള ആളുകൾ, ഒരു വഴിയുമില്ല ജീവിക്കാൻ മുന്നോട്ട്, യതീമുകളെ പോലെ. അതല്ലെങ്കിൽ യതീമല്ലെങ്കിൽ പോലും ശാരീരികമായ ദൗർബല്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രയാസം കൊണ്ടോ അധ്വാനിക്കാൻ കഴിയാത്ത ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന ആളുകളാണ് മിസ്കീനുകൾ. ആ മിസ്കീനുകൾക്ക് വേണ്ടിയിട്ടും പ്രയത്നിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം തന്നെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രധാനപ്പെട്ട ജിഹാദ് യുദ്ധം തന്നെയാണ്. യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ജിഹാദും അന്നില്ല. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളെ പോലെ തന്നെയാണ്. എന്നാൽ ഇന്ന് ആ ജിഹാദ് ഉദ്ദേശിക്കുന്നത് യുദ്ധമല്ല എങ്കിലും ഏത് കാലത്താണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. അതുപോലെയാണ് ഈ വിധവയ്ക്ക് വേണ്ടിയും അഗതിക്ക് വേണ്ടിയും പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അധ്വാനം നടത്തി അവർക്ക് പിന്തുണയേകാൻ ശ്രമിക്കുന്നയാളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വഅഹ്സബുഹു, ഞാൻ കരുതുന്നു, അതായത് നിർത്താതെ രാത്രി മുഴുവനും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ. രാത്രി എന്നും പറഞ്ഞിട്ടില്ല, നിർത്താതെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നയാൾ. നമസ്കാരം മുഴുവനായി ദിവസം മുഴുവനും നിർത്താതെ സലാം വീട്ടാതെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ. അതുപോലെ തന്നെ നോമ്പ് മുറിക്കാതെ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ. ആ ഒരു ദർജയിലേക്ക് പോലും ഇയാളെ അല്ലാഹു എത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, അബലർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സഹായ ഹസ്തം നീട്ടുന്നതിന്റെ ഒരു പ്രാധാന്യം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ചെറുതാണെങ്കിൽ അത്, അല്ലെങ്കിൽ കഴിയുന്ന ആളുകളെ നമുക്കറിയുമെങ്കിൽ അവരോട് ചേർന്ന് കൈകോർത്ത് അത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കേണ്ടവരാണ് നമ്മൾ. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദറജ നമുക്ക് നേടിത്തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ നമ്മളുടെ അടുത്തെത്തിയിരിക്കുന്നു, അതിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഈ രാത്രികളിൽ. ഈ ഒരു മാസം അത് വളരെ ശ്രേഷ്ഠമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അമലുകൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.